leadsback.comന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സഞ്ജയ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കോൺടാക്ട് ഫോം എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതുപോലുള്ളൊരു കോൺടാക്ട് പേജ് എങ്ങനെ കോൺടാക്ട് ഫോം എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഒരു കംപ്ലീറ്റ് വർക്കിംഗ് കോൺടാക്ട് ഫോം ആയിരിക്കും. ആരെങ്കിലും നമ്മുടെ കോൺടാക്ട് ഫോമിൽ ഡേറ്റാസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇതിൽ സെൻഡ് മെസ്സേജ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് എങ്ങനെ ആ മെസ്സേജസ് വരാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇനി നേരെ ഡാഷ്ബോർഡിലേക്കല്ല. ഡാഷ്ബോർഡിൽ പ്ലഗിൻസിൽ ചെന്നിട്ട് ആഡ് ന്യൂ പ്ലഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ഫോം എന്ന് സെർച്ച് ചെയ്യാം. എന്നിട്ട് ഇവിടെ മൂന്നാമത് വന്നേക്കണം ഫോമിനേറ്റർ എന്നുള്ള പ്ലഗിൻ ഇൻസ്റ്റാൾ നൗ ക്ലിക്ക് ചെയ്യാം. ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് ആക്ടിവേറ്റ് കൂടി ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് സെറ്റിങ്സിൽ ഫോമിനേറ്ററിൻ്റെ അടിയിൽ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഫോമിനേറ്ററിൻ്റെ ഡാഷ്ബോർഡ് കാണാം. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഫോമിനേറ്ററിൻ്റെ അണ്ടറിൽ ഫോംസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് ജസ്റ്റ് സെലക്ട് ചെയ്യാം. ഇവിടെയാണ് നമ്മുടെ ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ പ്ലസ് ക്രിയേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ലേ, അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ കോൺടാക്ട് ഫോം സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമ്മുടെ കോൺടാക്ട് ഫോമിൻ്റെ പേര് ഞാൻ കൊടുക്കുകയാണ്, കോൺടാക്റ്റാസ്. എന്നിട്ട് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്തു. ഇനി അടിയിലേക്ക് വന്നിട്ട് നമ്മുടെ ഫീൽഡുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് ഫസ്റ്റ് നെയിം വന്നിട്ടുണ്ട്, ഇമെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ, മെസ്സേജ് വന്നിട്ടുണ്ട്. ഇനി എനിക്കൊരു ഫീൽഡ് ഇതിൽ നിന്ന് കളയണം എന്നാണെങ്കിൽ ഇവിടെ ഈ സെറ്റിങ്സിൻ്റെ ഒരു ഐക്കൺ കാണില്ലേ, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ആ ഫീൽഡ് പോയി. അതേസമയം ഒരു ഫീൽഡ് ആഡ് ചെയ്യാനാണെങ്കിൽ ഇവിടെ മേളിൽ ഇൻസേർട്ട് ഫീൽഡ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇഷ്ടമുള്ള ഫീൽഡ് സെലക്ട് ചെയ്യാം. ഞാനിവിടെ വെബ്സൈറ്റ് എന്നുള്ള ഫീൽഡ് സെലക്ട് ചെയ്തു. എന്നിട്ട് അടിയിൽ ഇൻസേർട്ട് ഫീൽഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് അപ്ലൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ അടിയിൽ വെബ്സൈറ്റ് എന്നുള്ള ഫീൽഡ് വന്നിട്ടുണ്ട്. ഇനി എനിക്കിത് ജസ്റ്റ് മേളിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഡ്രാഗ് ചെയ്തിട്ട് എനിക്ക് മേളിലേക്ക് ഡ്രോപ്പ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രിവ്യൂ ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് മേളിൽ പ്രിവ്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ അതിൻ്റെ പ്രിവ്യൂ കാണാം. ഇനി എനിക്ക് ഈ ഇമെയിൽ അഡ്രസ്സ് ഈ ഫസ്റ്റ് നെയിമിൻ്റെ കൂടെ വരണം എന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ഒരു റോയിലായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഇത് ക്ലോസ് ചെയ്തിട്ട് ഈ ഇമെയിൽ അഡ്രസ്സ് എനിക്ക് ഡ്രാഗ് ചെയ്ത് ജസ്റ്റ് ഈ ഫസ്റ്റ് നെയിമിൻ്റെ റൈറ്റ് സൈഡിൽ ഡ്രോപ്പ് ചെയ്താൽ മതി. ഇനി ഒന്ന് പ്രിവ്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം നമ്മുടെ ഫസ്റ്റ് നെയിമിൻ്റെ സൈഡിൽ ഇമെയിൽ അഡ്രസ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്ലേസ് ഹോൾഡർ ടെക്സ്റ്റുകൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള ഈ ടെക്സ്റ്റുകൾ കളയണം എന്നുണ്ടെങ്കിൽ ഇത് ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ ഓരോ ഫീൽഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ പ്ലേസ് ഹോൾഡർ ടെക്സ്റ്റ് ജസ്റ്റ് ക്ലിയർ ചെയ്യുക, അപ്ലൈ എടുക്കുക. അതുപോലെ ഞാൻ എല്ലാ പേജിലും ചെയ്യണം. അപ്പോൾ എല്ലാ ഫീൽഡിലെയും പ്ലേസ് ഹോൾഡർ ടെക്സ്റ്റ് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് പ്രിവ്യൂ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രിവ്യൂ റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെ അടിയിലെ ഈ ബട്ടൻ്റെ കളർ എനിക്ക് മാറ്റണം, ഈ ബ്ലൂ കളർ മാറ്റണം എന്ന് വെച്ചാൽ ഇത് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ അപ്പിയറൻസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് അടിയിലേക്ക് കളേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ കസ്റ്റം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റിൻ്റെ കളറുകളോ അല്ലെങ്കിൽ അതിൻ്റെ ബോർഡറിൻ്റെ കളറുകളോ എല്ലാം ഇതിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ബട്ടൻ്റെ കളർ മാത്രം മാറ്റണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് ഇവിടെ സബ്മിറ്റ് ബട്ടൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് കണ്ടോ ഇവിടെ കളർ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടമുള്ള ഒരു കളർ, ഞാനിപ്പോൾ ഒരു ബ്ലൂ കളർ സെലക്ട് ചെയ്യാണ്. എന്നിട്ട് സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ ആ നമ്മുടെ ബട്ടണിൽ ഹോവർ ചെയ്യുമ്പോഴുള്ള കളറും ഞാനൊരു ഡാർക്ക് ബ്ലൂ തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തു. അതുപോലെ ഫോക്കസ് കളറും ഞാനൊരു ഡാർക്ക് ബ്ലൂ സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് പ്രിവ്യൂ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബട്ടൻ്റെ കളർ ചേഞ്ച് ആയിട്ടുണ്ടാവും, കണ്ടോ. അത് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ബിഹേവിയർ എന്നുള്ള ഓപ്ഷൻ കാണാം. അത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോം ആരെങ്കിലും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് മെസ്സേജാണ് കാണേണ്ടത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നമുക്ക് ഈ മെസ്സേജ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ മാറ്റി എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം.
അതുപോലെ തന്നെ നമ്മുടെ മെസ്സേജ് കൊടുക്കാതെ വേറെ ഏതെങ്കിലും ഒരു പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് ചെല്ലണം എന്നാണെങ്കിൽ ഇവിടെ റീഡയറക്റ്റ് യൂസേഴ്സ് ടു എ URL എന്നുള്ള ഓപ്ഷനിൽ ഇവിടെ നമുക്ക് URL ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇമെയിൽ നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് നമ്മുടെ ഈ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഇമെയിലിലേക്കാണ് ഡേറ്റാസ് വരേണ്ടതെന്ന് വെച്ചാൽ അതിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഡിഫോൾട്ടായിട്ട് നമ്മുടെ അഡ്മിൻ ഇമെയിൽ ആയിരിക്കും വരുന്നത്. നിങ്ങൾക്ക് പുതിയതായിട്ട് ഏതെങ്കിലും ഇമെയിലിൽ കൊടുക്കണമെങ്കിൽ ഇവിടെ ആഡ് ഇമെയിൽ നോട്ടിഫിക്കേഷൻ എന്നുള്ള ഫീൽഡിൽ ക്ലിക്ക് ചെയ്തിട്ട് പുതിയ ഇമെയിൽ ID കൊടുത്താൽ മതി. ഇവിടെ കണ്ടോ, ഇവിടെ ലേബൽ ഉണ്ട്. ലേബലിൻ്റെ അവിടെ നിങ്ങളുടെ എന്താ പറയുക എന്ത് മെസ്സേജാണ് വരേണ്ടത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സബ്ജക്റ്റും കൊടുക്കുക. എന്നിട്ട് ഇവിടെ റെസിപ്പിയൻറ്റിൻ്റെ ഇവിടെയാണ് നമ്മുടെ ഇമെയിൽ ID സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ജസ്റ്റ് ആഡ് നിൽക്കിയാൽ മതി. അതോടെ ഇത് ആഡ് ആവും. ഇപ്പം ഞാനിവിടെ ഡിഫോൾട്ട് എൻ്റെ ഇമെയിൽ ID തന്നെയാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ വേറെ ആഡ് ചെയ്ത് കാണിക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിൻ ഇമെയിൽ എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വേർഡ്പ്രസ്സിൻ്റെ സെറ്റിങ്സിൽ ചെല്ലാം. വേർഡ്പ്രസ്സിൻ്റെ സെറ്റിങ്സിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ജനറൽ എന്നുള്ള സെറ്റിങ്സ് ഉണ്ട്. അത് ഞാൻ ഒന്ന് ഒരു ന്യൂ ടാബിൽ ഓപ്പൺ ചെയ്യണം. ഓക്കെ, ജനറലിൽ ഇവിടെ കണ്ടോ അഡ്മിനിസ്ട്രേഷൻ ഇമെയിൽ അഡ്രസ് എന്നുള്ള ഓപ്ഷനിൽ നമ്മുടെ ഇമെയിൽ കാണും. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഇമെയിൽ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ബൈ ഡിഫോൾട്ടായിട്ട് നമ്മുടെ ഫോമിനേറ്ററിൽ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഇമെയിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ അത് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഞാൻ പബ്ലിഷ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, പബ്ലിഷ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഷോർട്ട് കോഡ് എന്നുള്ളൊരു മെസ്സേജ് വന്നിട്ടില്ലേ, അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. ഞാൻ Ctrl+C അമർത്തി കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്ലോസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ബട്ടൺ നിൽക്കിയാലും കോപ്പി ആവും. കണ്ടോ, ഷോർട്ട് കോഡ് ഹാസ് ബീൻ കോപ്പീഡ് സക്സസ്ഫുള്ളി. ഞാനിത് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി നമ്മുടെ ഈ കോണ്ടാക്ട് ഫോം ഒരു പേജിൽ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം നമ്മുടെ വെബ്സൈറ്റിലേക്കൊന്ന് കയറണം. എന്നിട്ട് കോണ്ടാക്ട് എന്നുള്ള പേജ് ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇത് ഞാൻ എഡിറ്റ് ചെയ്യാനായിട്ട് എഡിറ്റ് വിത്ത് എലമെൻറ്റോർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഒരു പേജ് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഒരു പേജ് ടെംപ്ലേറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. ഇനി ഞാൻ അടിയിലേക്ക് വന്നിട്ട് എനിക്ക് കോണ്ടാക്ട് ഫോം ഇതിൽ ഈ രണ്ട് ഫീൽഡിൻ്റെയും സെൻറ്ററിലായിട്ട് തന്നെ. അതിനായിട്ട് ഞാനിവിടെ ഈ ഫീൽഡിൻ്റെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് എന്നുള്ള ഒരു ഓപ്ഷനില്ലേ, ആഡ് സെക്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ ന്യൂ സെക്ഷൻ എന്നുള്ള ഈ പ്ലസിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ഈ ആദ്യത്തെ സെക്ഷൻ സെലക്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സെക്ഷൻ വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടേക്ക് വിഡ്ജറ്റ് ഒരെണ്ണം ആഡ് ചെയ്യാനായിട്ട് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഈ ടോപ്പിൽ കണ്ടു സ്ക്വയറിലൊരു ഡോട്ട് അത് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഞാൻ ഷോർട്ട് കോഡ് എന്ന് സെർച്ച് ചെയ്യണം. ഷോർട്ട് കോഡ് കണ്ടു, ഷോർട്ട് എന്ന് അടിച്ചാൽ ഇവിടെ ഷോർട്ട് കോഡ് വരും. അത് ഞാൻ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് നമ്മുടെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത സെക്ഷനിലേക്ക് ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് നമ്മുടെ നേരത്തെ ഫോർമാറ്ററിൽ നിന്ന് കോപ്പി ചെയ്ത ഷോർട്ട് കോഡ് ഞാനിവിടെ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, അത് പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ അപ്ഡേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. അത് ഇവിടെ പ്രിവ്യൂ വന്നിട്ടില്ല. ഈ പ്രിവ്യൂ എനിക്ക് ഇവിടെ കാണാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പ്രിവ്യൂ കാണാം. അപ്പോൾ എനിക്കിതിൻ്റെ വിഡ്ത്ത് വളരെ കൂടുതലായിട്ട് തോന്നി. അപ്പോൾ വിഡ്ത്ത് കുറക്കാനായിട്ട് ഞാൻ ആദ്യം ഈ കോളമിൻ്റെ എഡിറ്റ് കോളം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ മേളിൽ അഡ്വാൻസ്ഡ് എന്നുള്ള ഓപ്ഷനിൽ ഈ ലിങ്ക് വാല്യൂസ് ടുഗദർ എന്നുള്ളത് അൺചെക്ക് ചെയ്തു. എന്നിട്ട് ഞാനിവിടെ നിന്ന് റൈറ്റിലേക്കുള്ള ഈ ഇത് ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം. ഞാനതൊരു 250 കൊടുത്തു. എന്നിട്ട് നോക്കിയപ്പോൾ എനിക്ക് വിഡ്ത്ത് കുറഞ്ഞു വന്നാൽ എനിക്ക് ഇനിയും കുറയണം എന്ന് തോന്നി. അതുകൊണ്ട് ഞാനൊരു 500 ആക്കി കൊടുക്കണം. ഓക്കെ, എനിക്കിത് ഓക്കെ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് തോന്നി. ഇനി നമുക്കിതിൽ ജസ്റ്റ് ഒരു ഹെഡിങ് ആഡ് ചെയ്യാം. ഇതിപ്പോൾ ബ്ലാങ്ക് ആയിട്ടല്ലേ കിടക്കുന്നത്. ഹെഡിങ് ആഡ് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ നമ്മുടെ വിഡ്ജറ്റ് ആഡ് ചെയ്ത പോലെ തന്നെ ഇവിടെ എടുത്തു. വന്നിട്ട് ഇവിടെ ഹെഡിങ് എന്നുള്ള ടോപ്പിൽ വന്നേക്കണില്ലേ, അത് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഞാൻ ഇതിൻ്റെ മേളിലേക്ക് ഡ്രോപ്പ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഈ ഹെഡിങ്ങിൻ്റെ സെക്ഷനിൽ ടൈറ്റിലിൻ്റെ സെക്ഷനിൽ ഞാൻ കോണ്ടാക്ട് അസ് നൗ എന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ കോണ്ടാക്ട് ഫോം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ
അടിയിലേക്കുള്ള ഒരു സ്പേസിങ് ഇത്തിരി കൂട്ടാനായിട്ട് ഇതാണ് ലിങ്ക് ചെയ്തു. എന്നിട്ട് ഞാനിവിടെ ടോപ്പ് ഇത്തിരി കൂട്ടി കൊടുക്കണം, അതുപോലെ തന്നെ ബോട്ടവും ഞാനൊരു ഇച്ചിരി കൂട്ടി കൊടുക്കണം. ഓക്കെ, ഇതിപ്പോൾ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. അതുകൊണ്ട് ഞാനിതിൻ്റെ കളർ കാര്യങ്ങളും ഒന്നും ഇപ്പോൾ ചേഞ്ച് ചെയ്യണില്ല, ഞാൻ ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പേജ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് ഞാൻ എൻ്റെ URL മാറ്റി കോണ്ടാക്ട് എന്നുള്ള URL ആക്കാണ്. ഓക്കെ, ലോഡായിട്ടുണ്ട്. ഇനി അടിയിലേക്ക് നോക്കുകയാണെങ്കിൽ കണ്ടോ, നമ്മുടെ കോണ്ടാക്ട് ഫോം നമ്മൾ നേരത്തെ കാണിച്ച കോണ്ടാക്ട് ഫോം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ആദ്യം ഞാനിവിടെ ഫസ്റ്റ് നെയിം സാൻ എന്ന് ടൈപ്പ് ചെയ്തു. ഇമെയിൽ അഡ്രസ്സ് ഞാൻ എന്തെങ്കിലും ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുത്തു. അതുപോലെ തന്നെ വെബ്സൈറ്റ് ഞാൻ lidspack.com കൊടുത്തു. അതുപോലെ മെസ്സേജ് ഞാനൊരു ഹായ് എന്ന് കൊടുത്തു. ഇപ്പോൾ നമ്മൾ ഇത് റിക്വേർഡ് ഫീൽഡാണ് ഈ ഫസ്റ്റ് നെയിമും അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സും. അപ്പോൾ ഇതെന്തായാലും നമ്മൾ കൊടുക്കണം. അതുകൊണ്ടാണ് ഇവിടെ ഒരു സ്റ്റാർ ബട്ടൺ വന്നേക്കണില്ലേ, അതുകൊണ്ടാണ്. അതേസമയം നമ്മളത് കൊടുത്തില്ല എന്ന് വെച്ചാൽ കണ്ടു ഇവിടെ എറർ കാണിക്കുന്നത്. അത് നമുക്ക് മാറ്റാൻ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഞാൻ നേരം കാണിച്ചില്ല, ഞാനിപ്പോൾ പെട്ടെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഫീൽഡ് എന്നുള്ള ഓപ്ഷനിൽ ചെല്ലാം നമ്മുടെ ഫോമിനേറ്ററിൽ. എന്നിട്ടിപ്പോൾ ഫസ്റ്റ് നെയിമിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ കണ്ടു ഓപ്ഷനിലും ഉണ്ട് റിക്വേർഡും ഉണ്ട്. നമ്മൾ ഓപ്ഷനിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഫീൽഡിൽ പിന്നെ ആരെങ്കിലും വാല്യൂ ആഡ് ചെയ്തില്ലെങ്കിലും അവർക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. റിക്വേർഡ് ആണെങ്കിൽ അവർക്ക് ആ ഫീൽഡിൽ ഡാറ്റ കൊടുത്താലേ അവർക്ക് സബ്മിറ്റ് ബട്ടൺ അമർത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മിപ്പോൾ കാണിച്ച പോലെ ഉള്ള എറർ വരും. അപ്പോൾ ഞാനത് അവിടെ എൻ്റെ ഇമെയിൽ ID അടിക്കണം. ഓക്കെ, ഇനി ഞാൻ സെൻഡ് മെസ്സേജ് എന്നുള്ള ബട്ടൺ കൊടുത്തു. ഓക്കെ, ഞാനിനി എൻ്റെ ഇമെയിൽ IDയിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് മെയിൽ വന്നിട്ടുണ്ട്. എനിക്ക് ഏകദേശം ഒരു 5 മിനിറ്റോളം എടുത്തു. ഇവിടെ കാണുകയാണെങ്കിൽ ഡിജി സ്പേസ് കണ്ടോ, നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര്, അതോടൊപ്പം ന്യൂ ഫോം എൻട്രി എന്ന് പറഞ്ഞൊരു മെയിൽ കാണാം. അത് ജസ്റ്റ് ഞാൻ സെലക്ട് ചെയ്താൽ നമുക്കിവിടെ നമ്മുടെ ആ ഫീൽഡിൽ നമ്മൾ കൊടുത്ത ഡേറ്റാസും കാണാം. കണ്ടോ, നെയിം, അതുപോലെ തന്നെ ഇമെയിൽ ID, വെബ്സൈറ്റ്, മെസ്സേജ്. അപ്പോൾ ഇത്ര ഉള്ളൂ വീഡിയോ. ഒരു വർക്കിംഗ് കോണ്ടാക്ട് ഫോം എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഡൗട്ടുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇനിയൊരു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.